പറ, കുറെ വിവാദങ്ങൾക്ക് ശേഷം സിനിമ റിലീസായി. ഹാപ്പി. കുറെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു കോർട്ട് ഡ്രാമ, ഇങ്ങനത്തെ ഒരു സീക്വൻസ് കാണുന്നത്. സുരേഷ് ചേട്ടനായാലും മസ്കറിലി ഭയങ്കര രസമായിട്ട് ചെയ്യും. റിലീ ഇതിപ്പോ മലയാളം എല്ലാവരും അവരുടെ പാർട്സൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. വി കുഡ് റിയലി കണക്ട് ടു ജാനകീസ് ക്യാരക്ടർ. ഭയങ്കര എംപത്തൈസ് ചെയ്ത് എൻജോയ് ചെയ്തു. നൈസ് സീക്വൻസ് ആഫ്റ്റർ ലോങ് ടൈം ഇങ്ങനത്തെ ഭയങ്കര റെലവൻ്റ് ആയിട്ട് ടോപ്പിക്ക്, അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കേണ്ട ഒരു ടോപ്പിക്ക് അല്ലേ? സുരേഷ് ചേട്ടനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവും സുരേഷ് ഗോപിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവും പറഞ്ഞിരിക്കുമ്പോൾ എത്രത്തോളം റെലവൻ്റ് ആയിട്ട് ഇനിയും ഈ സൊസൈറ്റിയിൽ വരും? എനിക്ക് തോന്നുന്നു ഭയങ്കര നന്നായിട്ട് സുരേഷ് ചേട്ടൻ പറഞ്ഞ ഓരോ ഡയലോഗ്സ് എനിക്ക് കണക്ട് റിയലി വെൽ. ഐ കുഡ് ഹിയർ ദ നോയ്സ് ഓൾസോ. സുരേഷ് ചേട്ടൻ പറയുന്ന എല്ലാ ലൈൻസും ഭയങ്കര രസമായിട്ട് ചെയ്തത്. വെരി ഹാപ്പി. ജാനകി എന്നുള്ള പേരോടെ സോറി. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ചോദിക്കേണ്ട ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷമുള്ള വരുന്നത്. അപ്പോൾ എത്രത്തോളം ഇതിൽ ജാനകി മ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു വിവാദങ്ങളെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ആധികാരികമായിട്ടുള്ളൊരു അറിവില്ല. പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു. നന്നായിട്ട് ടോപ്പിക്കിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഇപ്പോൾ പെർസ്പെക്റ്റീവായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസ് എത്രത്തോളം ചേച്ചി ഇപ്പോൾ ഇതിൻ്റെ നോട്ട് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ കോർട്ട് റൂം ആയാലും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ടെക്നിക്കാലിറ്റീസ് ഉദ്ദേശിക്കുന്നത്? എന്താ കോർട്ട് റൂം ആയാലും കോർട്ട് റൂമിലെ ഓരോ ഇതുണ്ടല്ലോ, നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആർട്ടിക്കിൾസ് പറയുന്നുണ്ട് അതിൻ്റെ അതെല്ലാം. അതെ 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 പിന്നെ ആർട്ടിക്കിൾസിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ലല്ലോ, ഞാനൊരു വക്കീലല്ലല്ലോ. പക്ഷേ നമ്മൾക്ക് ആ ആർട്ടിക്കിൾസിനെ കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ ഡീറ്റെയിലിംഗ് തരുമ്പോഴും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതായത് സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നിയമങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞത്. മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുരേഷ് സാറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ മാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അതിനെ എത്രത്തോളം ഡ്രാമ മാറ്റി നിർത്തിയ വിഷയത്തെക്കുറിച്ച് പറയാനാണ് സിനിമ കൂടുതൽ ശ്രമിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്ന് വെച്ച് ഒരു ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനി കാണാൻ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത്യാവശ്യം ഒരു ആക്ഷൻ സീനുകളൊക്കെ ഉണ്ട് എല്ലാവരും. അനുപമയുടെ ആ റോളൊക്കെ കറക്റ്റായിട്ട്. അതെ 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 ആളുടെ കുറേ നാളുകൂടിയാണ് മലയാള സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ നല്ലൊരു സ്ക്രിപ്റ്റ് സെലക്ഷൻ തന്നെയായിരുന്നു. നിൽക്കുന്ന ഒരാൾ ഇതിലും പവർഫുള്ളാണ്. എന്താ ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമാണ്. സുരേഷ് ഗോപി ചേട്ടൻ എപ്പോഴും ഇഷ്ടമാണ്. ഒരു ഫാദർ എന്നുള്ള രീതിയിലുമൊക്കെ ഇഷ്ടമാണ്. പുള്ളിയുടെ രാഷ്ട്രീയത്തിനോട് എനിക്ക് പൊതുവേ ഒരു രാഷ്ട്രീയ പാർട്ടികളോടും എനിക്ക് പൊതുവേ ഞാനങ്ങനെ ഇതില്ല. എനിക്ക് എൻ്റേതായിട്ട് രാഷ്ട്രീയം ഉണ്ടെന്നുള്ളതല്ല, അല്ലാതെ ഒരു വ്യക്തിപരമെന്ന് എനിക്ക് മുമ്പ് ഭയങ്കര ഇഷ്ടമാണ്. അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഗോകുലുമായിട്ടാണ് ഞാൻ ഗോകുലുമായിട്ട് അഭിനയിച്ചത് എങ്ങനെയുണ്ടായിരുന്നു? ഞാനാ പുള്ളിയുടേത് എനിക്ക് അത്ര അങ്ങോട്ട് മാധവ് എന്ന് പറയുന്ന നടൻ എനിക്ക് അത്ര ഭയങ്കര ഒരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ മാധവിൻ്റെ പല ഇൻ്റർവ്യൂസും ഞാൻ കാണാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. മാധവ് പ്രതികരിക്കുന്ന രീതി, സംസാരിക്കുന്നത്, ഒരു വേ ഓഫ് ടോക്കിംഗ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും എനിക്കിഷ്ടമാണ്. മറ്റുള്ളവർ എനിക്ക് കാണാം, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടികളോട് എതിർപ്പോ വിയോജിപ്പോ അല്ലെങ്കിൽ അനുകൂലിക്കലോ ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്കൊരു വ്യക്തി എന്നുള്ള രീതിയിൽ കാണുമ്പോഴത്തേക്കും അവന് എല്ലാത്തിനെ കുറിച്ചിട്ടും ഭയങ്കര ഒരു കാഴ്ചപ്പാടുള്ള ഒരു വിഷൻ ഉള്ളതായിട്ട് എനിക്ക് കാരണം എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാധവിനെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ട് ഇതിൽ കണ്ടപ്പോഴും അത്രയും കൊണ്ട് എനർജി ലെവൽ കിട്ടിയില്ല എന്ന് എനിക്കൊരു തോന്നി. അതൊരു പേഴ്സണൽ മാത്രമാണ്, അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഇതിനെ വെച്ചിട്ട് എന്നെ കയറ്റി മറ്റുള്ളവരെ കൊണ്ട് ചീത്ത വിളി കേൾപ്പിക്കരുത്, ദയവ് ചെയ്യരുത്. എന്നോട് ചോദിച്ചു ഞാൻ സത്യസന്ധമായിട്ട് ഇതേ അഭിപ്രായം തന്നെയാണ്. ആണോ? അതേപോലെ നമ്മുടെ അനുപമ കുറേ നാൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഒരു പടത്തിൽ വീണ്ടും വരുന്നത്. അനുപമനെ കുറേ നാൾക്ക് ശേഷം മലയാളത്തിൽ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. കാരണം മലയാള സിനിമയിൽ കൂടി വന്നൊരു കുട്ടിയാണല്ലോ പുള്ളിക്കാരി. അപ്പം അതൊരു ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ മലയാളത്തിൽ കുറച്ച് നല്ല ചാൻസുകൾ മലയാളത്തിലുള്ളവർക്ക് കിട്ടിയ നല്ലതല്ലേ. അപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നി. ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആക്ഷൻ കണ്ടില്ലേ ആരും? നമ്മളെ കണ്ട് പിന്നെ കാണാത്ത പോലെ ചോദിക്കുകയായിരുന്നു. ഒരു ആക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ഡ്രാമ പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ആക്ഷൻ വന്നത്. പിന്നെ പൊതുവേ സുരേഷ് ഗോപി ചേട്ടൻ്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ആ കൂട്ടത്തിൽ ഞാനില്ലാന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വരുമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ആക്ഷനൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്ഷൻ മൂവി സ്റ്റാർ സുരേഷ് ഗോപിയുടെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? കിടിലായിരുന്നു. കുറേ നാൾക്ക് ശേഷം സുരേഷ് ഗോപിയുടെ വലിയ സ്ക്രീനിൽ കണ്ടപ്പോൾ എങ്ങനെ ഒരു മെസ്സേജ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഇതിന്? നന്നായിട്ട് പറയുന്നുണ്ടല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? ഒരുപാട് നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപി നേരിട്ട് കണ്ട് പുള്ളിയുടെ ആ ഒരു എന്താ പറയുക ആക്ഷൻ പഞ്ച് ഉള്ള ഡയലോഗുകളും രസമായിട്ട് എൻജോയ് ചെയ്തു. നന്നായിട്ട് എൻജോയ് ചെയ്തു.
ഞാൻ റിയലൈസ് ചെയ്യട്ടെ അപ്കമിങ് ഇനി അടുത്തത് മാനിഫെക്ചർ ചെയ്യാൻ പറഞ്ഞു സംഭവം എന്ന് പറഞ്ഞു അത് രണ്ടുമാണ് ദിവസം എന്തായാലും 2 തവണയും മുഖത്ത് സന്തോഷം വളരെ ഭയങ്കര കാണാൻ അല്ല ഫസ്റ്റ് ഹാഫ് വളരെ കുറച്ചാണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ അടിച്ചു കയറി കേട്ടതിൽ ഭയങ്കര സന്തോഷം ഇല്ല സുരേഷ് ചേട്ടനെ കുറേ നാൾക്ക് ശേഷം തിയേറ്ററിൽ കാണുക എങ്ങനെയുണ്ടായിരുന്നു ആ കണ്ടപ്പോഴത്തേക്കുള്ള എക്സ്പീരിയൻസ് ഇതിനകത്തൊരു വലിയൊരു വിഷയം സംസാരിക്കുന്നുണ്ട് അതെങ്ങനെ ചേച്ചി മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടോ മനസ്സിലായില്ല ചെയ്യുന്നത് സാർ അല്ല അത് പിന്നെ അവരുടെ ഇതാണ് പക്ഷെ അങ്ങനെ മൂവി കണ്ടപ്പോൾ അങ്ങനെ തീരുന്നില്ല അത്രത്തോളം നല്ലതെന്ന് എന്നാൽ പഴയ കഥാപാത്രങ്ങൾ വെച്ചിട്ട് ഒരു വക്കീൽ വേഷം വരുമ്പോൾ അത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്യും ആൾക്കാർ അപ്പോൾ അതിൻ്റെ ലെവലിലേക്ക് എത്തിയായിരുന്നു ആ ഒരു ലെവലിലേക്ക് എത്തിയായിരുന്നു ആ ലെവൽ അത്രത്തോളം സ്ക്രീൻ ടൈം കുറവാണ് ഫസ്റ്റ് ഹാഫിലൊക്കെ കുറച്ച് കുറവാണ് സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ ചെയ്യാൻ അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഉദ്ദേശിച്ച കാര്യം വർക്ക് ആയിട്ടില്ല അതാണ് മെയിൻ സ്റ്റോറി പ്രസൻറ്റ് ചെയ്യുന്നത് ടോട്ടൽ കണ്ടന്റ് ഇപ്പോൾ അനുപമ കുറേ നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിൽ വരുന്നത് അതും ഒരു ബോൾഡ് ക്യാരക്ടറായിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ അല്ലേ മലയാളത്തിലധികം അനുപമ നായിക ഹീറോയിൻ അപ്പോൾ ആ ഒരു അപ്പോൾ ഇപ്പോൾ മലയാളത്തിൽ വളരെ ശക്തമായ ഒരു കഥാപാത്രമായിട്ടാണ് വന്നേക്കുന്നത് വന്നപ്പോൾ ഇതുവരെ എടുക്കാത്തൊരു ക്യാരക്ടറാണ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് കരേബേസ് ക്യാരക്ടർ തന്നെ പറയാം